രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് പഞ്ചാബ് കിങ്സ്. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവനും ഒരുപാട് നഷ്ടപ്പെടാനുള്ളവരും തമ്മിലുള്ള ഒരു മത്സരം. ഓർക്കണം, പഞ്ചാബ് കിങ്സ് ഏറ്റവും അവസാന സ്ഥാനക്കാരാണ്. അവർ ഓൾറെഡി പുറത്തായി കഴിഞ്ഞു. പക്ഷേ 2ാം സ്ഥാനത്താണ് രാജസ്ഥാൻ. എന്നിട്ടും ഇപ്പോഴും പ്ലേ ഓഫിൽ കടന്നിട്ടില്ല. പഞ്ചാബിനോട് തോറ്റാൽ രാജസ്ഥാൻ പുറത്താകുമോ? ഇല്ല എന്ന് പറയാമെങ്കിലും മറ്റ് ടീമുകളുടെ സാധ്യതകൾ കൂടി നോക്കണം. 16 പോയിൻ്റാണ് രാജസ്ഥാനുള്ളത്. നിലവിൽ പ്ലേ ഓഫിന് 3 സ്ലോട്ടാണ് ബാക്കിയുള്ളത്. ഇനി രാജസ്ഥാനോടൊപ്പം പോയിന്റ് നേടാൻ സാധ്യതയുള്ള ടീമുകൾ SRH, CSK, LSG എന്നിവരാണ്. അതായത് ഇവർ ഇനിയുള്ള എല്ലാ മത്സരവും ജയിച്ചാൽ മാത്രം. പക്ഷേ കൂടുതൽ വെല്ലുവിളിയുള്ളത് CSK, SRH എന്നിവരിൽ നിന്നാണ്. കാരണം ഇവർക്ക് നെറ്റ് റൺ റേറ്റ് രാജസ്ഥാനേക്കാൾ കൂടുതലാണ്. എന്നാൽ LSG 2 മത്സരം ജയിക്കുക മാത്രമല്ല -0.7 എന്ന നെറ്റ് റൺ റേറ്റ് മെച്ചപ്പെടുത്തുക കൂടി വേണം. അതായത് നിലവിൽ രാജസ്ഥാന് മുന്നിലുള്ള ഏറ്റവും സിമ്പിൾ ഫോർമുല ശേഷിക്കുന്ന 2 മത്സരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ജയിച്ച് 18 പോയിൻ്റ് ആക്കുക എന്നതാണ്. ഇനി 2 മത്സരം തോറ്റാലും നെറ്റ് റൺ റേറ്റ് മൈനസ് ആകാതെ നോക്കുക. അങ്ങനെ വന്നാൽ LSGയുടെ ഭീഷണി ഒഴിവാക്കാം. SRH, CSK എന്നിവരോടൊപ്പം പ്ലേ ഓഫിൽ കടക്കാം. അതിനാൽ തന്നെ നിലവിൽ പ്ലേ ഓഫിൽ കടക്കാൻ സാധ്യതയുള്ള 2ാമത്തെ ടീം രാജസ്ഥാൻ തന്നെയാണ്. മറ്റുള്ള 3 ടീമും ഒരു മത്സരം പോലും തോൽക്കാതിരുന്നാലേ രാജസ്ഥാന് ഭീഷണിയാകൂ. മറ്റൊരു കാര്യം, രാജസ്ഥാൻ്റെ അവസാന മത്സരം ടേബിൾ ടോപ്പേഴ്സായ KKRനോടാണ്. അതുകൊണ്ട് തന്നെ പഞ്ചാബുമായുള്ള മത്സരം ജയിച്ച് സേഫ് ആകുകയാണ് ഏറ്റവും നല്ലത്. SRHൻ്റെ എതിരാളികൾ ഗുജറാത്തും പഞ്ചാബുമാണ്. CSKക്ക് എതിരാളി RCB ആണ്. LSGക്ക് എതിരാളികൾ ഡൽഹിയും മുംബൈയുമാണ്. അപ്പോൾ രാജസ്ഥാന് മുന്നിൽ 2 ചോയ്സ്. ശേഷിക്കുന്ന 2-1 ജയിച്ച് സേഫ് ആകുക, അല്ലെങ്കിൽ നെറ്റ് റൺ റേറ്റ് കുറയാതെ നോക്കുക, LSGയേക്കാൾ താഴെ പോകാതെ നോക്കുക.